അങ്ങനെ ദാ നോമ്പുതൊറൊക്കെ കഴിഞ്ഞ് ഉമ്മൻ്റെ തറാവിയം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. ഇതിപ്പം പതിവാണ് ഇവിടെ വന്നാൽ ബീച്ചിൽ പോകാന്നുള്ളത്. നമ്മൾ ബീച്ചിലെത്തുമ്പോൾ തന്നെ 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ. പിന്നെ ഫുഡ് കഴിച്ച് വയറ് ഓൾറെഡി ഫുള്ളായതുകൊണ്ട് തന്നെ വേറെ ചായ കുടിക്കാനൊന്നും നിന്നില്ല. നേരെ ഉപ്പിലിട്ടത് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഒരു കാലി കട കണ്ടു പോയതേനു. നമ്മൾ പോയ പിന്നാലെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു. പിന്നെ അവിടുന്ന് നമ്മൾ വേറെ കടയിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ ഇമ്മക്കൊരു ചായ അത് നിർബന്ധമാണ്. ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മ മെയിനായിട്ട് വരുന്നത് തന്നെ ഈ ചായ കുടിക്കാനാണ്. അങ്ങനെ ഇമ്മക്ക് ചായയും വാങ്ങിക്കൊടുത്ത് വീണ്ടും നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ടോ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് പോയപ്പോഴേക്കും ഫസ്റ്റ് പോയിട്ടുള്ള കട ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അതാ അടുത്ത കട കണ്ടു. അപ്പോൾ പിന്നെ വേഗം ഒരു ബ്രൗണി വിത്ത് ചോക്ലേറ്റ് പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഓളോട് ചോദിച്ച് അനക്ക് വേണമെന്നുള്ളത്. ഒക്കെ വേണ്ട, ഒക്കെ അത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇത് കഴിച്ചു നോക്കിയപ്പോഴോ ഓളതിൻ്റെ പകുതിയും കഴിച്ചിട്ടോ. അങ്ങനെ മക്കളെ സോപ്പിടാൻ വേണ്ടി ഓർക്കും 3 എണ്ണം വാങ്ങി. ഓർക്ക് പിന്നെ വനില വിത്ത് ചോക്ലേറ്റ് ആണ് കേട്ടോ വാങ്ങിയത്. ഓരാണെങ്കിൽ കുറേ നേരമായല്ലോ നമ്മൾ പോയിട്ട്. അപ്പോൾ പിന്നെ അതിലിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കേനും 3 ആൾക്കാരും. നമ്മളെ കാണുന്നില്ല, ഓരോ 4 ആൾക്കാരും അവിടെ ഇരുത്തിയിട്ട് നമ്മൾ നേരെ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ടേനു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, സാധനം കണ്ടപ്പം ഓരും ഹാപ്പിയായി. കാരണം ഓരും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു സാധനം. പിന്നെ ബീച്ചിൽ വന്നിട്ട് ഇതുവരെ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കി. ബ്രൗണി വിത്ത് ചോക്ലേറ്റ് ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്.